എടീ നിന്റെ കഴിഞ്ഞ കൊല്ലത്തെ വിഷുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ കൊല്ലം വലിയ മോശമില്ലായിരുന്നു. പതിവ് പോലെ തന്നെ. എത്ര ഐശ്വര്യം വന്നാലും നമ്മക്കൊക്കെ എത്ര ഉണ്ടാവുള്ളൂ. അതെ അതെ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായ ഡയമണ്ട് കണി ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അതെ. ഡയമണ്ട് കണിയോ? അതെന്താ? അത് ശരി, അതറിയില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആണല്ലോ. ഞാൻ കണ്ടിട്ടില്ല, നീ കാര്യം പറ. എടീ മഞ്ഞ മരതകല്ലേ, അത് കണീന്റെ കൂടെ വെച്ചാ ആ വർഷം അടിപൊളി ആയിരിക്കും. അത് ശരി, ഞാൻ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് വാങ്ങാനുള്ള കാശ് നമ്മളടുത്ത് ഇല്ലല്ലോ. അതെ അതെ, പക്ഷെ ജ്വല്ലറിക്കാർ അതിപ്പോ വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന് കേട്ടു. ഒരു ദിവസത്തിന് 2000 രൂപ കൊടുത്താ മതി. ഹലോ, എവിടെ കട്ടായോ? ഇല്ലടി, പിന്നെ അടുപ്പത്ത് എന്തോ കരിഞ്ഞു മണക്കുന്നേ. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. ശരി എന്നാ, ഞാൻ വിളിക്കാം. ഓക്കെ. അതിന് അടുപ്പത്തൊന്നും ഇല്ലല്ലോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിങ്ങൾ കേട്ടില്ലേ അവള് പറഞ്ഞത്? നമുക്ക് ഇത്തവണ പണി വെക്കാൻ ആ മരതകം വാടകയ്ക്ക് എടുത്താലോ? ഞാനത് ഓർത്തേ ഉള്ളൂ, പറയാൻ വരികയായിരുന്നു. എടുക്കമ്മ, ഒന്നും ആലോചിക്കാനില്ല. അമ്മ ഈ അന്ധവിശ്വാസത്തിലൊന്നും പോയി തലവെക്കാൻ നിക്കണ്ട. ഇതൊക്കെ ആ ജ്വല്ലറിക്കാരൻ വെറും ബിസിനസ് തന്ത്രങ്ങളാ. നീ പോടി, നിനക്ക് എന്താ അറിയാ? അമ്മ, നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അമ്മ വേഗം പോയി സാധനം വാങ്ങിക്കൊണ്ടുവാ. അതത്രേ ഉള്ളൂ. ഞാൻ എന്നാ പോയിട്ടേ പെട്ടെന്ന് വാങ്ങിട്ട് വരാം. ഓക്കെ. നേരം വൈകിയ ചിലപ്പോ അത് കിട്ടിയില്ലെങ്കിലോ? എന്നാ ന്യൂസ് സ്പ്രെഡ് ആവണം, പോകാൻ പറ്റും. നല്ല സ്പീഡിലാണല്ലോ വരുന്നത്. കക്കൂസിക്കാണോ? യെസ് യെസ്. അമ്മ, അതൊന്നും തുറന്ന് കാണിച്ചോണ്ടാ. ഇതേ ലക്ഷങ്ങൾ വിലയുള്ള സാധന. ഇതിനെന്തെങ്കിലും പരിക്ക് പറ്റിയാലേ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് വൈകുന്നേരം കണി വെക്കുമ്പോ കാണാം. ഞാൻ എന്നാ പോയിട്ടേ നാളത്തേക്കിനുള്ള വെജിറ്റബിൾസ് വാങ്ങിയിട്ട് വരാം. ഇന്നും പോണോ? നേരത്തെ പോയപ്പോ വാങ്ങിയ പോരായിരുന്നോ? ഞാൻ അതുകൊണ്ട് ചന്തയിൽ കൂടെ നടന്നിട്ട് വേണം അതാരെങ്കിലും മോഷ്ടിക്കാന്. ഇന്നലുണ്ടോ ഒരമ്മ? നമ്മളൊന്ന് കണ്ടുന്ന് വിചാരിച്ചു, അതിന് എന്ത് പരിക്ക് പറ്റാനാ? അതെ, ഒന്ന് കാണിക്കായിരുന്നു അമ്മയ്ക്ക്. സംഗതി അന്ധവിശ്വാസമാണെങ്കിലും എനിക്കും അതൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് വിശ്വാസികൾ കണ്ടിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവിശ്വാസിയായ ചേച്ചി കണ്ടാ മതി. എന്നാ നമ്മക്കതെടുത്ത് നോക്കിയാലോ? എനിക്ക് നോക്കാവുന്നതാണ്. മോളെടുക്ക്. ഞാനോ? എനിക്കെടുക്ക്. ഈ 12 അടി ഹൈറ്റുള്ള ഞാൻ എങ്ങനെ 5 അടി പൊക്കത്തിന് അതെടുക്കും? മോളെടുക്ക്. ഞാന് നിങ്ങൾക്ക് പറ്റൂല, മാറിക്ക്, ഞാൻ എടുക്കാം. പോണ വിശ്വാസി. ഒന്ന് താത്തിക്കേ, ഞാൻ കൂടെ ഒന്ന് കണ്ടേ. നീ എന്തിനാ ഓടിയേ? അത് ശരി, ഞാൻ എല്ലാരും കൂടിയപ്പം ഒരു കമ്പനിക്ക് കൂടിയതല്ലേ. എന്താ ചേച്ചി? അത് ഒരു പല്ലി പെട്ടെന്ന് കയ്യിലോട്ട് വീണതാ, ഞാൻ പേടിച്ചു പോയി. അയ്യേ, അത്രേ ഉള്ളൂ. അയ്യോ, ഡയമണ്ട്. അയ്യോ, കല്ല് കാണാനല്ലോ. കല്ല് കാണാനല്ലേ? എവിടെ പോയി? ആ കട്ടിൽ എവിടെയെങ്കിലും കാണും, വേഗം നോക്കും. അമ്മ ഇപ്പൊ എത്തും. ഒന്ന് അയ്യോ, പേടിച്ചു പോയി. ലക്ഷങ്ങൾ വില ഉള്ളതാണെന്ന് അമ്മ പറഞ്ഞത്. അവിടെ കാണും. ഒന്നുമില്ല. എവിടെ പോയി? ഇനി കട്ടിലിന്റെ അടിയിലോട്ടൊന്നും ചാടി നോക്കി. ഇല്ല ഇല്ല, ഇതിന്റെ അടിയിലൊന്നുമില്ല. ഈ റൂമിൽ നോക്കാൻ സ്ഥലം ബാക്കിയില്ല. എന്നാലും ആ സാധനം റൂമിൽ നിന്ന് അവിടെ പോയി. എന്താ ഡമ്മിട്ട് നോക്കുന്നു? ചേച്ചി, എനിക്ക് തോന്നുന്നത് ആ കല്ലിവിടെ വീണിട്ട് ഈ ഡോറിന്റെ അടിയിൽ കൂടി പോയിട്ട് ഈ ഡ്രൈനേജിന്റെ ഉള്ളിൽ വീണിട്ടുണ്ടാവും. അയ്യോ ദൈവമേ, എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡ്രൈനേജിലൊന്ന് ഇറങ്ങി നോക്കിയാലോ?
ആ നീ പോയി കുഴി മാന്തി അതിൽ ഇറങ്ങി നോക്ക്. ആ പോ. ആ വേണമെങ്കിൽ നോക്കിയാ മതി. എന്തായാലും അമ്മ വന്നു കഴിഞ്ഞാൽ എല്ലാരും ഇവിടെ ഇട്ട് വെട്ടിക്കൊല്ലും. ചേച്ചിന്റെ ഒരു പല്ലിപ്പേടി. നിക്ക്, നമുക്ക് സത്യം പറഞ്ഞാൽ രക്ഷപ്പെടാം. ചേച്ചി അല്ലാതെ എടുത്തേ. സോറി ചേച്ചി, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അപ്പൊ നിങ്ങൾ ഇത് കാണാൻ വന്നല്ലോ? അതോ ആര് വന്ന്? ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെ ചേച്ചി കരയണ കേട്ടിട്ട് വന്നതാ. പക്ഷേ മോളെ, നമ്മൾ എന്ത് നുണ പറഞ്ഞാലും അമ്മ നമ്മളെല്ലാരും തല്ലും. അതെ, അല്ലെങ്കിൽ ഞാൻ തല്ലിപ്പിക്കും. അത്യാവശ്യം നുണ പറയാൻ എനിക്കും അറിയാം. എനി ഐഡിയാസ്? Unfortunately, this time I have no idea. എന്താ എല്ലാരും വിഷമിച്ചിരിക്കുന്നേ? വെറുതെ. മനസ്സിലായി. മനസ്സിലായോ? ആ കല്ല് കാണിച്ചു തരാത്തോണ്ടല്ലേ? വിഷമിക്കണ്ട, ഞാൻ കാണിച്ചു തരാവേ. ഇപ്പൊ നോക്കണ്ട. ആ എന്താ? ദിയക്കും നിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട്. വേണ്ട അമ്മ, എനിക്ക് നാളെ രാവിലെ കണി കാണുമ്പോ കണ്ടാ മതി. മാത്രല്ല ഇപ്പൊ നോക്കിയാ അതിന്റെ പവർ പോവും, ഐശ്വര്യം വരൂല. അതെ. അല്ല, ഈ കല്ലില് നിനക്ക് വിശ്വാസമില്ലല്ലോ, അന്ധവിശ്വാസം എന്നൊക്കെ അല്ലേ നീ പറഞ്ഞത്? അത് അമ്മ പോയപ്പോ ഞാൻ എനിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചേച്ചിനെ മനസ്സിലാക്കിപ്പിച്ചു. അതെ അതെ, ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ കല്ലിനി നാളെ രാവിലെ കണി കാണുമ്പോ മാത്രമേ കാണാൻ പാടുള്ളൂ. ഓഹോ, എന്നാ ശരി. പക്ഷെ നാളെ അല്ല, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ എല്ലാം സെറ്റ് ചെയ്യണമെന്നാ ജ്വല്ലറിക്കാര് പറഞ്ഞത്. അല്ല, അത് ഞാൻ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയല്ലേ, എന്തിനാ നോക്കണേ? ചേച്ചി ആ മൊബൈൽ എടുത്ത് ആ OLX ഇൻസ്റ്റാൾ ചെയ്യും. ആ, അത് നല്ലൊരു ഐഡിയ. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് ഹാൻഡ് കല്ല് നോക്കാം. എന്നിട്ട് നാളെ ആ കല്ല് ജ്വല്ലറിയിൽ തിരിച്ചു കൊടുക്കുമ്പോ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെന്താ ഉദ്ദേശിച്ചേ? ഇന്ന് രാത്രിയോടുകൂടി അമ്മ നമ്മളെ ഇവിടുന്ന് അടിച്ചിറക്കും. അതിറക്കും. അപ്പൊ നമുക്ക് താമസിക്കാൻ ഒരു വാടക വീട് വേണ്ടേ? വേണ്ടി വന്നേക്കും. അത് നോക്കാനാണ് OLX. ചേച്ചി അങ്ങോട്ടാ, കടകരുതി ചെയ്യല്ലേ, ഞങ്ങളുണ്ട് കൂടെ എല്ലാത്തിനും. എന്റെ പെഡിഗ്രി ഇങ്ങോട്ട് എടുത്തു വെച്ചോ. ഏത് സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും. ആ സമയത്ത് ചിലപ്പം അതൊന്നും എടുക്കാനുള്ള നേരം കിട്ടൂല. അയ്യോ, വിഷുപ്പക്ഷി. അല്ല അമ്മ. എല്ലാരും വരൂ, കണിയൊരുക്കണ്ടേ? ചേച്ചി ബാഗ് എടുക്കണ്ടേ? അത് പിന്നെടുക്കും. ഇപ്പൊ പോയതിന് KSRTC എടുക്കും. നമ്മൾ ആ ഫാൻ എന്നിട്ട് തീർന്നു. എന്നോട് ക്ഷമിക്കണം. എന്താടി, എന്തിനാ നീ കരയണത്? നീ എന്തിനാ മാപ്പ് പറയണേ? ഞങ്ങളറിയാതെ ആ കല്ല് കല്ല് കല്ലിനെന്താ കുഴപ്പം? അയ്യോ, കല്ല്, മഞ്ഞക്കല്ല്. ചേച്ചി, കല്ല് കല്ല്. അല്ല, ഈ കല്ലിനാണല്ലോ ദേവ ചേച്ചി അവിശ്വസിച്ചത് എന്നോർത്ത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒരു മാപ്പ് പറഞ്ഞതാ. അത് ശരി. അയ്യോ, എന്താ സംഭവിച്ച ചേച്ചിയെ?
എന്നാലും ഇതിപ്പോ എവിടെന്നാ വന്നേ? നമ്മളാ ഫാൻ മറ്റേ ആശ്വാസം. എന്നാലും കല്ലിത് എവിടെ പോയാലും ഹാപ്പി വിഷു. ഹാപ്പി ഹാപ്പി വിഷു.